ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന ഒരു വിഷയം, മരിച്ചിട്ടും മറക്കാത്ത പ്രണയം. ഇത് മനുഷ്യരിൽ കാണാൻ പറ്റും. മനുഷ്യരിൽ മാത്രമല്ല, പക്ഷി മൃഗാദികളിൽ പോലും നമുക്കിത് കാണാൻ പറ്റും. മരിച്ചിട്ടും മറക്കാത്ത പ്രണയം. വചനത്തിലൂടെ കടന്നു പോകുമ്പോഴാണേലും ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, മനുഷ്യ, നിനക്ക് പഠിക്കാൻ 3 ഉറവിടങ്ങളുണ്ട്. ആ 3 ഉറവിടങ്ങളിൽ നിന്ന് പഠിക്കാൻ തയ്യാറാവുക. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. ഒരു സംഭവം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വിഷയം എങ്ങോട്ടാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. സുന്ദരിയായ ഒരു സ്ത്രീ വിവാഹിതയായി, അവര് ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനും ജന്മം നൽകി. ഇതിനുശേഷം ഈ സ്ത്രീ ക്യാൻസർ ബാധിതയാണ്. ഇനി അവരുടെ ഏതാണ്ട് 4th സ്റ്റേജിലെത്തി ഇങ്ങനെ നിൽക്കുന്നു. ഡോക്ടർമാർ വിധി എഴുതി തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല. അപ്പം അങ്ങനെയെങ്കിലും അവരുടെ മരണം വരെ ഏതായാലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമല്ലോ. ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഭർത്താവിൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകൾ, ഏതായാലും ഡോക്ടർമാർ പറഞ്ഞു തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല. ഇനി ഇവർ മരിക്കാതെ ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് പോയാൽ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇവർ ക്ഷയിക്കും. ഈ ട്രീറ്റ്മെൻറ്റിനുള്ള ആ പണച്ചെലവ് എല്ലാം കൂടെ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ക്ഷയിക്കും. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, താമസിക്കും തോറും എനിക്കും പ്രായം മുമ്പോട്ടാണ്. അപ്പം മറ്റൊരു വിവാഹം കഴിച്ച് അങ്ങനെ ഒരു ജീവിക്കുന്ന കാര്യം, അതിൻ്റെ സാധ്യത മങ്ങി വരും. അറിയാതെ തന്നെ ഈ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വന്ന ചില ചിന്തകളെന്ന് പങ്കുവെച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യർ പോലും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചെന്ന് വരും. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും, പക്ഷിമൃഗാദികളിൽപ്പെട്ട ഒന്നാണ് പ്രാവ്. പ്രാവിൽ നിന്നും മനുഷ്യൻ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പ്രാവിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഇണ ചത്തുപോയാൽ വേറൊരു പ്രാവിൻ്റെ കൂടെ കൂട്ടുകൂടാനായിട്ട് ഒരിക്കലും ചിന്തിക്കത്തില്ല. പിന്നീട് അത് ഒറ്റയ്ക്ക് അങ്ങനെ ആ ജീവിതത്തിൽ മുമ്പോട്ട് പോകത്തേ ഉള്ളൂ. അതാണ് പ്രാവിൻ്റെ വിശ്വസ്തത. ഇണ മരിച്ചു പോയാലും ആ ഇണയോടുള്ള പ്രണയം അത് മരിക്കാതെ നിലനിൽക്കുന്ന ഒരവസ്ഥ മനുഷ്യർക്ക് പോലും ഈ പ്രാവിൽ നിന്നും പഠിക്കാനുണ്ട്. ഒരുപക്ഷെ പല മനുഷ്യർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഈ പക്ഷി മൃഗാദികളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അവരുടെ പ്രണയം കറതീർന്ന ഒരു പ്രണയം, അതാണ് പ്രാവിൽ നമുക്ക് കാണാൻ പറ്റുക. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു മനുഷ്യൻ പഠിക്കേണ്ട 3 ഉറവിടങ്ങൾ, നമ്മളെ പഠിപ്പിക്കുന്ന 3 ഉറവിടങ്ങളുണ്ട്. അവ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ പഠിക്കണം. നമുക്ക് ഫലപ്രദമായ പ്രയോജനപ്രദമായ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നത് ദൈവത്തിൽ നിന്നാണ്. ജെറമ്യായുടെ പുസ്തകം 31:3 വചനം എടുത്താൽ എന്താ പറയുക? എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. നീ അവിശ്വസ്തത കാണിച്ചാലും ഞാൻ എൻ്റെ വിശ്വസ്തത തുടരും. ഇതാണ് ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യരായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമല്ലേ? ജീവിത പങ്കാളിയോടും മറ്റുള്ളവരോടുമൊക്കെ നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. പ്രഭാഷകൻ 3:12-22 വായിച്ചാൽ അവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നിനക്ക് തെറ്റുപറ്റിയോ, മാരകമായ പാപത്തിൽ നീ വീണോ, സാരമില്ല, എൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക. നീ അവിശ്വസ്തത കാണിച്ചെങ്കിലും ഇസ്രായേല് തിരിച്ചു വരിക. തിരിച്ചു വന്നാൽ ഞാൻ നിന്നോട് നിത്യമായി കോപിക്കില്ല. ഇന്ന് മാപ്പ് പറഞ്ഞ് തിരിച്ചു വന്ന വ്യക്തികളെ സ്വന്തം മക്കളായിരിക്കാം പുറംകാല് കൊണ്ട് അടിച്ച് പുറത്താക്കിയ സംഭവങ്ങളുണ്ട്. ഇവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ്, ഒരു ക്രിസ്ത്യാനി പഠിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നീ തിരിച്ചു വന്നാൽ നിന്നോട് ഞാൻ കരുണ കാണിക്കും, നിത്യമായി കോപിക്കില്ല, നിന്റെ പാപം മൂലം നിനക്ക് നഷ്ടപ്പെട്ടതുപോലും ഞാൻ തിരികെ തരും. യെശയ്യാ 46:3 വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മറ്റൊരിടത്തും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്നേഹം ദൈവത്തിൽ കാണാൻ പറ്റും, ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ഒരു ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ മറ്റാരും സ്നേഹിച്ചിട്ടുണ്ട്. നീ ഒരു കൊച്ചു കുട്ടിയായി വളർന്നു വന്നപ്പോൾ ഞാൻ നിന്നെ പരിഗണിച്ചതുപോലെ മറ്റാരും പരിഗണിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അതിന് നിനക്ക് നര ബാധിച്ചാലും, അവിടെയാണ് പലരുടെയും പിടിവിടുന്നത്, നിനക്ക് നര ബാധിച്ചാലും ഈ സ്നേഹം ഞാൻ തുടരും. അവിടെ വരെ വളരെ ആത്മാർത്ഥമായിട്ട് മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ സ്നേഹിച്ചിട്ട് ഇപ്പോൾ പ്രായമായപ്പോൾ അവർക്കൊന്നും ഒരു മീച്ചവും ഇല്ല. അവര് നമ്മളെ പരിഗണിക്കുന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന വയോധികരെ കാണാൻ പറ്റും. അങ്ങനെ ഒരു സങ്കടം വരാതിരിക്കാൻ കർത്താവ് പറയാണ്, നിനക്ക് നര ബാധിച്ചാലും ഒരേ സ്നേഹം ഞാൻ തുടരും. ഈ ദൈവത്തെ വിട്ടിട്ടല്ല മനുഷ്യരെ പിടിക്കേണ്ടത്. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ചാൽ, മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ
നമുക്ക് തീർച്ചയായിട്ടും നിരാശ ഉണ്ടാവും. അതാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. മത്തായി 5:45 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് മഴയും മഞ്ഞും എല്ലാവരുടെ മേലും ഒരുപോലെ അയക്കുന്നു. നീ ഭാവിയാ, നിനക്ക് വെയിലില്ല, നീ ഭാവിയായതുകൊണ്ട് നിന്റെ പറമ്പിൽ മഴ പെയ്യ്ക്കുന്നില്ല, അങ്ങനെ ദൈവം പറയുന്നില്ല. എല്ലാവരുടെയും, ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ അവിടുന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, മഴ പെയ്യ്ക്കുന്നു. ഇതൊക്കെ കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങളാണ്. രണ്ടാമത്തേത്, വിശുദ്ധരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. വിശുദ്ധരിൽ നിന്ന് നിങ്ങളൊരു ഈ 15 വയസ്സിന് താഴെ പ്രായത്തിൽ മരിച്ച ഒരു 5 വിശുദ്ധരെക്കുറിച്ച് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, വിശുദ്ധ അന്റോണിയേറ്റ. വെറും 7 വയസ്സുള്ളപ്പം മരിച്ച ഒരു വ്യക്തിയാണ്, അവൾ വിശുദ്ധിയായി. അതുപോലെ രണ്ടാമത്തേത് വിശുദ്ധ മരിയ ഗൊരേത്തി. 11 വയസ്സ് പ്രായം, 12 ആയില്ല, അണ്ടർ 12. ആ സമയത്ത് രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണ് മരിയ ഗൊരേത്തി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 12ാമത്തെ വയസ്സിൽ മരിച്ച ഒരു വ്യക്തിയാണ് താർസീസിയൂസ്. അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ മധ്യസ്ഥൻ എന്ന് പറയാൻ പറ്റും. താർസീസിയൂസ് അദ്ദേഹത്തെ വധിച്ചു. അങ്ങനെ വെറും 12 വയസ്സ് പ്രായമുള്ളപ്പോൾ. മറ്റൊരു വ്യക്തിയാണ് വിശുദ്ധ ആഗ്നസ്. 13 വയസ്സുണ്ടായിരുന്നുള്ളൂ മരിക്കുമ്പോൾ. അവളും രക്തസാക്ഷിയാകുന്നത് കാണാൻ പറ്റും. വിശുദ്ധ ഡൊമിനിക് സാവിയോ 14 വയസ്സുണ്ടായിരുന്നുള്ളൂ മരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞ ഈ 5 പേരും അണ്ടർ 15, 15 വയസ്സിന് താഴെയുള്ളവർ, അവർക്കൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റി? ശുദ്ധമായൊരു ജീവിതം, കറതീർന്നൊരു ജീവിതം. അതുകൊണ്ടാണ് അവരൊക്കെ വിശുദ്ധരായി മാറിയത്. ഇവരിൽ നിന്ന് ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറെക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിലല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, ജീവിക്കുന്ന കാലം അത്രയും കറതീർന്ന ജീവിതം. കറതീർന്ന ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യമെന്ന് വചനം പോലും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഉറവിടമാണ് പക്ഷിമൃഗാദികൾ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നുണ്ട്, ദമ്പതിമാരെ ആനയെ കണ്ടു പഠിക്കുക. ഇവര് ആത്മനിയന്ത്രണം പാലിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ മറ്റുള്ളവരെയൊക്കെ മാനിച്ചുകൊണ്ടൊക്കെ ജീവിക്കാനായിട്ട് ആനകളെ നോക്കി പഠിക്കുക. അവ 3 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഒരു കൊമ്പനാന പിടിയാനയെ കൂട്ടി വളരെ രഹസ്യമായൊരു സങ്കേതത്തിലേക്ക് പോയി ഒരു 4-5 ദിവസം ഇണചേരുന്നത്. അത് കഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തിയിട്ടാണ് അത് മറ്റാനകളുടെ കൂട്ടത്തിലേക്ക് തിരികെ പോകുന്നത്. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. പ്രാവിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 6 മുതൽ വായിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, മടിയനായ മനുഷ്യ എറുമ്പിനെ കണ്ടുപഠിക്കുക. ആൻസ്, എറുമ്പ്, അതിനെ കണ്ടുപഠിക്കുക. അവ എങ്ങനെയാണ് അധ്വാനിക്കുന്നത്, മഴക്കാലത്തേക്ക് വേണ്ടി വേനൽക്കാലത്ത് തന്നെ അവര് ഭക്ഷണ പദാർത്ഥങ്ങൾ കൂട്ടിവെക്കുന്നത്. ഇവിടെയെല്ലാം കണ്ടുപഠിക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ 3 ഉറവിടത്തിൽ നിന്നും പഠിക്കേണ്ടത് പഠിച്ച് നമ്മുടെ ജീവിതം കുറച്ചുകൂടി ധന്യമാക്കുവാനുള്ള കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.